Next MCQ from topic 2. First question, that is our fifth question. One atom of an element weighs 1.8 into 10 raised to minus 22 gram. Its atomic mass is. ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് 1.8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 22 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസ് എത്രയെന്നാണ് ചോദ്യം. ബോർഡിൽ ഞാൻ ആറ്റത്തിൻ്റെ മാസ് എഴുതിയിട്ടുണ്ട്. ഇത് ഏത് മാസാണെന്നറിയോ? ഒരു ആറ്റത്തിന് വെയിറ്റ് ചെയ്താൽ കിട്ടുന്ന മാസ്. ഇനി ഇതിൻ്റെ അറ്റോമിക് മാസാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആക്ച്വൽ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽസ് അറ്റോമിക് മാസ് ഇൻറ്റു 1.66 into 10 raised to minus 24 എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇത്രയും ഗ്രാമാണ്. വി ഹാവ് ഗിവൺ ഈ ടേം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ത്? 1.8 into 10 raised to minus 22 ഗ്രാം തന്നിട്ട് അറ്റോമിക് മാസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം. ഞാൻ അറ്റോമിക് മാസിൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുത്തു. 1.66 into 10 raised to minus 24. Then find x. X equals 1.8 into 10 raised to minus 22 divided by 1.66 into 10 raised to minus 24. By solving this you will get 108 point something. ഓപ്ഷനിലേക്ക് നോക്കൂ. ഓപ്ഷൻ എ 29.9, second option 154, third option 108.36 and fourth option is 18. So the right option is third one. Answer is 3. Next question, an element X has the following isotopic composition: X 290%, X 199 എന്നുള്ളത് 8%, X 202 എന്നുള്ളത് 2%. Then the weighted average atomic mass of the naturally occurring element X is closest to. ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആവറേജ് അറ്റോമിക് മാസ് കാണാനാണ്. ഓക്കെ, ആവറേജ് അറ്റോമിക് മാസ് കാണാൻ നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആവറേജ് അറ്റോമിക് മാസ് ഈക്വൽസ് അതിൻ്റെ അറ്റോമിക് മാസ് മൾട്ടിപ്ലൈഡ് ബൈ പെർസെൻറ്റേജ്. അടുത്ത അറ്റോമിക് മാസ് മൾട്ടിപ്ലൈഡ് ബൈ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100%. ഇതാണല്ലോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ഇൻറ്റു എം പെർസെൻറ്റേജ് പ്ലസ് ബി ഇൻറ്റു n% divided by 100%. ഈ രീതിയിലാണ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കൂ. നമുക്ക് തന്നിട്ടുള്ളത് 200 മാസുള്ള ആള് 90%, 199 മാസുള്ള ആള് 8%, then 202 മാസുള്ള ആള് 2%. നോക്കൂ, ബോർഡിലേക്ക് നോക്കൂ. 200 മാസുള്ള ആൾ 90%, 199 മാസുള്ള ആൾ 8%, 202 മാസുള്ള ആൾ 2% divided by 100. By solving this you will get 200 AMU. By solving this you will get 200 AMU. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 201 AMU, second option 202 AMU, third option 199 AMU and the fourth option is 200 AMU. So the right option is 4. Next question, which has the highest mass? ഓരോ ഓപ്ഷനും ഞാൻ എഴുതാം, നോക്കിക്കോളൂ. ഒന്നാമത്തെ ഓപ്ഷൻ 1 gram atom കാർബൺ, 2 half mole മീഥെയിൻ, 3 10 ml വാട്ടർ, 4 3.01 into 10 raised to 23 oxygen atoms. See, ഇതിൽ ഏതാണ് ഹയസ്റ്റ്? ഇതിൽ ആരാണ് കൂടുതൽ വെയിറ്റ് ഉള്ളത് എന്നാണ് ചോദ്യം. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ആരാണെന്നാണ് ചോദ്യം. നോക്കിക്കോ, 1 gram atom കാർബൺ എന്ന് പറഞ്ഞാൽ 1 mole കാർബൺ ആണല്ലോ. 1 mole കാർബണിൻ്റെ മാസ് എത്രയാണ്? 12 gram. 12 gram. നെക്സ്റ്റ്, ഹാഫ് മോൾ മീഥെയിൻ. 1 മോൾ മീഥെയിൻ്റെ മാസ് എത്രയാണ്? 16 gram. സോ അര മോൾ മീഥെയിൻ്റെ മാസ് ദാറ്റ് വിൽ ബി 8 gram. നെക്സ്റ്റ് 10 ml വാട്ടർ. ഇത് വലിയൊരു ഇൻഫർമേഷൻ ആണ്. വാട്ടർ എന്നുള്ള വസ്തുവിൻ്റെ ഡെൻസിറ്റി 1 ആണ്. Therefore
Mass by volume ആണല്ലോ density. If density is 1, then I can write mass equals density into volume എന്ന് എഴുതിക്കൂടെ? Density 1 ആണെങ്കിൽ mass equals volume എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 1 ml water equals 1 gram water. 100 ml water equals 100 gram water. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണൊക്കെ 500 ml വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് 500 ഗ്രാം ഉണ്ടാവില്ല. 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് 1 കിലോഗ്രാം തികയില്ല, അതിൻ്റെ താഴെ നിൽക്കുള്ളൂ. കാരണം ഓയിലിൻ്റെ ഒക്കെ ഡെൻസിറ്റി ലെസ് ദാൻ 1 ആണ്. പക്ഷേ 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം കറക്റ്റ് ആയിരിക്കും, കാരണം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട്. സോ 10 ml വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുത്താൽ മതി? 10 ഗ്രാം എന്നെടുത്താൽ മതി. അതിനെ എസ് ടി പിയിൽ ആണെന്ന് കരുതിയിട്ട് 22.41 ഡിവൈഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. 10 ml വാട്ടർ ഇസ് നത്തിങ് ബട്ട് 10 ഗ്രാം വാട്ടർ. സോ നോക്കൂ, നമ്മളിപ്പോൾ ഓരോന്നിനെയും വെയിറ്റ് കണ്ടെത്തുകയാണ്. വെയിറ്റാണ് കാണേണ്ടത്. നമ്മളോട് ഹയസ്റ്റ് മാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് തേർഡ് ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ പാർട്ടിക്കിളാണ് തന്നിട്ടുള്ളത്. പാർട്ടിക്കിളിനെ എന്താക്കണം? മാസിലേക്ക് മാറ്റണം. പാർട്ടിക്കിളിനെ മാസിലേക്ക് മാറ്റാൻ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ. മോള് കാണാൻ പോവാണ്. 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോളിലേക്ക് മാറൂലേ? ദാറ്റ് ഈസ് ഇത് ഹാഫ് മോളാണ്. ഹാഫ് മോൾ ഓക്സിജൻ എന്നാണ് തന്നിട്ടുള്ളത്. ഹാഫ് മോൾ ഓക്സിജൻ, 1 മോൾ ഓക്സിജൻ 16 ഗ്രാം അല്ലേ? ഇത് ആറ്റമാണ്. 1 മോൾ ഓക്സിജൻ 16 ഗ്രാം ആയതുകൊണ്ട് ഹാഫ് മോൾ ഓക്സിജൻ എന്നുള്ളത് 8 ഗ്രാം ആണ്. ഇനി നോക്കണേ, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിൽ ഒന്നാമത്തത് 12 ഗ്രാം ഉണ്ട്, then 8 gram, then 10 gram, then 8 gram. Which is the highest one? First one. So 1 gram atom carbon is the highest among the given. So the correct option is first one. 8th question. Number of molecules in 100 ml of each of oxygen, ammonia and carbon dioxide at STP are. Option 1, CO2 less than, oxygen less than, ammonia. Option 2, ammonia less than, oxygen less than, carbon dioxide. Option 3, same. Option 4, ammonia equals CO2 less than oxygen. These are the option given. Question repeat ചെയ്യാം. Number of molecules in 100 ml of each of oxygen. See, 100 ml ആണ് ഓക്സിജനും അമോണിയയും ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ തന്നിട്ടുള്ളത്. പക്ഷേ അവോഗാഡ്രോസ് ലോ പ്രകാരം ഈക്വൽ വോള്യത്തിലാണ് വസ്തുക്കൾ നിലനിൽക്കുന്നതെങ്കിൽ their number of moles will be same. സോ ഒന്നും നോക്കാനില്ല, ഇതെല്ലാം 100 ml ആണെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഗ്യാസ് ഏതുമായിക്കോട്ടെ, ചെറിയ ഗ്യാസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആയാലും വലിയ ഗ്യാസ് ആയിട്ടുള്ള ക്ലോറിൻ ആണെങ്കിൽ പോലും നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് തേർഡ് വൺ. ഓക്കെ, 9th question. The number of moles of barium carbonate which contains 1.5 mole of oxygen atom are. Given options are 0.5, 1, 3, 6.02 into 10⁻23. The number of moles of barium carbonate which contain 1.5 moles of oxygen atom are. Question എന്താണ്? 1.5 മോൾ ഓക്സിജൻ ഉള്ള ബാരിയം കാർബണേറ്റിൻ്റെ മോൾ എത്രയാണെന്ന് നോക്കൂ. ബാരിയം കാർബണേറ്റ് ആണല്ലോ. ബാരിയം കാർബണേറ്റിൽ 1 മോൾ ബാരിയം കാർബണേറ്റിൽ 3 മോൾ ഓക്സിജൻ ആറ്റമുണ്ട്. 3 മോൾ ഓക്സിജൻ ആറ്റമുണ്ട് എങ്കിൽ 1.5 മോൾ ഓക്സിജൻ ആറ്റമാണ് ഉള്ളതെങ്കിൽ എത്ര മോൾ ബാരിയം കാർബണേറ്റ് ആണെന്നല്ലേ ചോദ്യം. നോക്കണേ, 1 മോളിൽ 3 മോൾ അല്ലേ? ദെൻ 1.5 മോൾ ആണെങ്കിൽ ഇത് എത്ര മോളാണെന്നാണ്. ഇതിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ 1.5 കിട്ടിയത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, യു വിൽ ഗെറ്റ് ഇറ്റ് 0.5 മോൾ അല്ലേ? ആൻസർ ഈസ് ഫസ്റ്റ് വൺ. സി, ഇത്തരം ചോദ്യങ്ങളിൽ വളരെ എളുപ്പം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനൊക്കെ കോംപ്ലിക്കേഷൻ ഉള്ള സംഖ്യയാണെങ്കിൽ ജസ്റ്റ് അൺനോൺ ആയിട്ടുള്ള ആളെ എക്സ് കൊടുക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ടും നോക്കൂ. 3x ഈക്വൽസ് 1.5 ഇൻറ്റു ഇവിടെയുള്ള ഡിജിറ്റ് ഇറ്റ് ഈസ് 1. ദർഫോർ x ഈക്വൽസ് 1.5 by 3, that is 1 by 2, that is 0.5. So the right option is first one. 10th question. From 392 milligram of sulfuric acid, 1.204 into 10⁻21 molecules are removed.
How many moles of sulfuric acid are left? I repeat the question. 392 milligram sulfuric acid ഉണ്ട്. അതിൽ നിന്നും 1.2 something into 10 raised to 21 molecules remove ചെയ്തു. എങ്കിൽ how many moles of sulfuric acid will be left? ഇതാണ് ചോദ്യം. ബോർഡിലേക്ക് നോക്കൂ. തന്നിട്ടുള്ള ഓപ്ഷൻ എല്ലാം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. 2 into 10 raised to minus 3, 1.2 into 10 raised to minus 3, etc. നമ്മുടെ കയ്യിലുള്ളത് 398 മില്ലിഗ്രാം സൾഫ്യൂരിക് ആസിഡ് ആണ്. ഞാൻ അതിൻ്റെ നമ്പർ ഓഫ് മോൾ കാണാൻ പോവാണ്. 392 divided by 98. You will get it 4 into 10 raised to minus 3 mole. സോ നമ്മുടെ കയ്യിൽ 4 into 10 raised to minus 3 മോളാണ് സൾഫ്യൂരിക് ആസിഡ് ഉള്ളത്. അതിൽ നിന്നും 1.204 into 10 raised to 21 പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര മോളാണ് നോക്കാം. ഇത് നോക്കിയാൽ അറിയാമല്ലോ, അത് 12 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. 12 by 6 equals 2. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 into 10 raised to minus 3 മോൾ എന്ന് കിട്ടും. സോ ആസ് പെർ ദ ക്വസ്റ്റ്യൻ they are asked to subtract these mole from this one. 4 into 10 raised to minus 3 mole sulfuric acid il ninnum 2 into 10 raised to minus 3 mole particles remove cheyana. Then what will be left? 4 minus 2 into 10 raised to minus 3 undaville. That is 2 into 10 raised to minus 3 mole sulfuric acid will be left. So the right answer is first one. Clear ആണോ? ഒന്നുകൂടെ പറയട്ടെ. നമ്മുടെ കയ്യിൽ 392 into 10 raised to minus 3 milligram sulfuric acid ഉണ്ടായിരുന്നു. അതിൽ നിന്നും 1.204 into 10 raised to minus 21 പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്തു. എങ്കിൽ ബാക്കി എത്രയാണെന്നുള്ളതാണ്. ഞാൻ എന്താ ചെയ്തത്? എത്ര മോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട് നോക്കി, അതിൽ നിന്നും എത്ര മോളാണ് റിമൂവ് ചെയ്തത് നോക്കി, ബാക്കി എത്ര മോളാന്ന് പറഞ്ഞൂടെ? ദാറ്റ്സ് ഓൾ. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The total number of protons in 10 gram of calcium carbonate is. Total number of proton in 10 gram calcium carbonate is. ചോദ്യം എന്താണ്? Number of proton in 10 gram calcium carbonate. 10 gram calcium carbonate-നകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട് എന്നാണ് ചോദ്യം. നമ്മൾ 10 ഗ്രാമിലുള്ളത് ചെയ്യുന്നതിന് മുൻപ് ഒരു എണ്ണത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോർമുല CaCO3 ആണല്ലോ. ഒരു കാൽഷ്യത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 20, ഒരു കാർബണിലുള്ളത് 6, 3 ഓക്സിജൻ ഉള്ളത് 24. സോ ദ സം ഓഫ് ദിസ് ഈസ് 50. ദാറ്റ് മീൻസ് 1 calcium carbonate have 50 proton. ഇനി നോക്ക്, 1 mole calcium carbonate have 50 mole proton. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10 ഗ്രാം ആണ്. 10 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോളാ? 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എത്ര മോളാണ്? മോള് കാണാൻ തന്നിട്ടുള്ള മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് 10 by 100, 0.1 മോളാണ് തന്നിട്ടുള്ളത്. 1 മോളിനകത്ത് 50 മോൾ ഉണ്ടെങ്കിൽ 0.1 മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് 5 മോൾ ആയിരിക്കില്ലേ? നോക്കൂ, 1 മോളിൽ 50, ഈ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.1 ആവും. ഡു ദ സെയിം ഹിയർ. 50നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 5 മോൾ. സോ 5 മോൾ പ്രോട്ടോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 5 മോൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അത് എത്രയാണ് വരിക? 5 into 6.022 into 10 raised to 23. നമുക്കിതിനെ 6 ആക്കി എടുക്കുക. എത്രയാണ്? 6×5 30 അല്ലേ? 30 into 10 raised to 23 എന്ന് എഴുതാം, ഓർ 3 into 10 raised to 24 എന്ന് എഴുതാം. ഏതാണ് ആ ശരിയായ ഓപ്ഷൻ? തേർഡ് വൺ. കിട്ടിയോ? സോ ദ റൈറ്റ് ആൻസർ ഈസ് തേർഡ് വൺ. ക്ലിയർ ആണല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്യാം. ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. Okay, next question number 12. The number of gram molecules of oxygen in 6.02 into 10 raised to 24 CO molecules. 6.02 into 10 raised to 24 CO മോളിക്യൂളിനകത്ത് എത്ര ഗ്രാം മോളിക്യൂൾ ഓക്സിജൻ ഉണ്ടെന്നാണ്. ഗ്രാം മോളിക്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര മോൾ ഓക്സിജൻ എന്ന് തന്നെയാണ്. നമുക്ക് തന്നിട്ടുള്ളത് 6.02 into 10 raised to 24 CO മോളിക്യൂൾ ആണല്ലോ. സി, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത്ര മോളിക്യൂൾ കാർബൺ മോണോക്സൈഡിൽ എത്ര ഗ്രാം മോളിക്യൂൾ ഓക്സിജൻ ഉണ്ടെന്നാണ്.
എത്ര ഗ്രാം മോളിക്യൂൾ ഓക്സിജൻ ഉണ്ടെന്നാണ്. നോക്കിക്കോ, ഞാൻ ആദ്യം ഇത് എത്ര മോളാണെന്ന് പറയട്ടെ. n ഈക്വൽസ് 6.02 ഇൻറ്റു 10⁻²4 ഡിവൈഡഡ് ബൈ 6.02 ഇൻറ്റു 10⁻23. ഇത് 10 ആണല്ലോ ആൻസർ. സോ വി ഹാവ് 10 മോൾ CO. വി ഹാവ് 10 മോൾ CO. നമ്മൾ ഇതേ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 10 ഗ്രാം മോളിക്യൂൾ CO. ഞാൻ അങ്ങനെ പറയട്ടെ, വി ഹാവ് 10 ഗ്രാം മോളിക്യൂൾ CO. 10 ഗ്രാം മോളിക്യൂൾ CO. 10 ഗ്രാം മോളിക്യൂൾ CO എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം മോളിക്യൂൾ O ആണ്? എത്ര ഗ്രാം മോളിക്യൂൾ എന്ന് പറയാൻ പറ്റില്ല, ഓൻ്റെ ടേമിൽ പറയുമ്പോൾ ഗ്രാം ആറ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. 10 ഗ്രാം ആറ്റം O ആണല്ലോ. 10 ഗ്രാം ആറ്റം O ആണ്. ഈ ഗ്രാമാറ്റത്തിന് ഗ്രാം മോളിക്യൂൾ ലെവലിലേക്ക് വരുമ്പോൾ 5 ആക്കി പറഞ്ഞാൽ മതി. 10 ഗ്രാം മോളിക്യൂൾ 5 ഗ്രാം മോളിക്യൂൾ ഓക്സിജനായി. 5 ഗ്രാം മോളിക്യൂൾ ഓക്സിജനായി. മനസ്സിലായോ? 10 ഗ്രാമാറ്റം ഓക്സിജൻ എന്ന് പറയുന്നത് ഞാൻ ഈ ആറ്റത്തെ മോളിക്യൂളിൻ്റെ ടേമിലേക്ക് പറയുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, അത് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ആറ്റത്തെ മോളിക്യൂളിൻ്റെ ടേമിൽ പറയുമ്പോൾ ഇത് പകുതിയാവണം. ഏത്? ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ. ഇത് ഓസോണിൻ്റെ കേസിലാണെങ്കിൽ എന്ത് വന്നേനെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേനെ. മനസ്സിലാവുന്നുണ്ടോ? സോ 10 ഗ്രാമാറ്റം ഓക്സിജൻ എന്ന് പറയുന്നത് 5 ഗ്രാം മോളിക്യൂൾ ഓക്സിജൻ ആണ്. സോ ഓപ്ഷനിലേക്ക് നോക്കൂ. ഓപ്ഷൻ നമ്പർ 1 കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ നമ്പർ 1 10 ഗ്രാം മോളിക്യൂൾ ആണോ? അല്ല. ഓപ്ഷൻ 2 5 ഗ്രാം മോളിക്യൂൾ. എത്തി. 5 ഗ്രാം മോളിക്യൂൾ ഓക്സിജൻ ആണ് അതിനകത്ത് ഉണ്ടാവുക. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് 1. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ ടോപ്പിക്കിലുള്ള MCQs കഴിയുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ് ഇൻ എ മോളിക്യൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മോളിക്യൂളിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, വാട്ടറിൽ എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. അതിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. ഇത് കാണാൻ എന്താ വഴി? ഏത് എലമെൻ്റ് ആണോ കാണേണ്ടത് അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ആ മോളിക്യൂളിൻ്റെ മാസ് എത്രയാണോ അത്, ദാറ്റ് ഈസ് ടോട്ടൽ മാസ്, മോളിക്കുലാർ മാസ് എന്നും പറയാം, ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എവിടെയാണെങ്കിലും നമ്മൾ ഒരു മൊത്തം സംഭവത്തിൽ ഒരാൾ എത്ര ഉണ്ടെന്ന് കാണാൻ അയാളുടെ മാസിനെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിൽ എൻ്റെ പെർസെൻറ്റേജ് എത്ര മാസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മാസ് ഓഫ് ഞാൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് നമ്മളെല്ലാവരും ഇൻറ്റു 100. ഇനി ക്ലാസ്സിൽ ഗേൾസിൻ്റെ പെർസെൻറ്റേജ് എത്ര? മാസ് ഓഫ് ഗേൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് നമ്മളെല്ലാവരും ഇൻറ്റു 100. സൾഫ്യൂരിക് ആസിഡിൽ സൾഫറിൻ്റെ പെർസെൻറ്റേജ് എത്ര? മാസ് ഓഫ് സൾഫർ ഡിവൈഡ് ബൈ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ എല്ലാവരും ഇൻറ്റു 100. കിട്ടിയല്ലോ. ഇനി വാട്ടറിൽ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കാണാൻ പോവാണ്. മാസ് ഓഫ് ഹൈഡ്രജൻ അഥവാ 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ 18 ഇൻറ്റു 100 ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 11.11%. സിമിലർലി ഓക്സിജൻ ചെയ്യുകയാണെങ്കിൽ 16/18 ഇൻറ്റു 100 എന്ന് കിട്ടും. അത് 88 പോയിൻറ്റ് സംതിങ് കിട്ടുമല്ലോ. ഇനി 2 എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി 100 എന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ഫൈൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നോളജാണ് മിനിമം മോളിക്കുലാർ മാസ് കാണാനുള്ള നോളജ്. മിനിമം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് പെർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടെന്ന് തന്നിട്ട് നമുക്കതിൻ്റെ മിനിമം മോളിക്കുലാർ മാസ് എത്ര ഉണ്ടാകുമെന്നുള്ള ചോദ്യം വരാറുണ്ട്. ഞാനത് നമ്മുടെ ഡിസ്കഷൻ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അറ്റോമിക് മാസിനെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുമില്ല, ടോട്ടൽ മാസ് ആണല്ലോ ചോദിച്ചത്. ടോട്ടൽ മാസ് കാണാൻ പെർസെൻറ്റേജിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സോ മാസ് ബൈ പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് കിട്ടും. ഓക്കെ, അങ്ങനെ കാണാം. അടുത്ത ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ബെൻസീൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഈ ബെൻസീനിൻ്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നാൽ
ഒരു മോളിക്യൂളിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും എക്സാക്റ്റ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H6 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബെൻസീൻ മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് 6 കാർബണും 6 ഹൈഡ്രജനും ഉണ്ടാകും. ഇനി ഈ എലമെൻറ്റുകളുടെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു നോക്കൂ, CH എന്നല്ലേ. ഇതിൻ്റെ പേരാണ് എംപിരിക്കൽ ഫോർമുല, സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ മോളിക്യൂൾ. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കട്ടെ ഞാൻ. ഈതെയിൻ C2H6 ഈതെയിൻ. ഇത് ഈതെയിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഇതിനെ ഞാനൊരു കാര്യം ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം രണ്ടിടത്തും. സോ C1H3 എന്ന് കിട്ടിയില്ലേ, CH3 ആണ് ഈതെയിൻ്റെ എംപിരിക്കൽ ഫോർമുല. സോ ഇതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. ഇനി എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കാനൊക്കെയുള്ള പ്രോബ്ലംസ് കുറേ ഉണ്ടാവാറുണ്ട്. അത് ഒരു പ്രോബ്ലത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. Question 13. An organic compound containing carbon, hydrogen and nitrogen gave the following analysis. Carbon 40%, hydrogen 13.33%, nitrogen 46.67%. Its empirical formula would be. ഇനി നോക്കിക്കോ, നമുക്ക് തന്നിട്ടുള്ള എലമെൻറ്റുകളുടെ പെർസെൻറ്റേജ് നോട്ട് ചെയ്തു. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു ടേബിൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലെത്താൻ പറ്റും. ടേബിളാക്കി വരച്ച് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്കിത് പറഞ്ഞു തരുമ്പോൾ ടേബിളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എളുപ്പം. ചെയ്യേണ്ടത് ആദ്യം എലമെൻറ്റുകൾ ഫസ്റ്റ് കോളത്തിൽ എടുത്തെഴുതുക. പെർസെൻറ്റേജ് എത്രയാണോ തന്നിട്ടുള്ളത് അത് അടുത്ത കോളത്തിൽ എടുത്തെഴുതുക. ഇനി പെർസെൻറ്റേജിനെ അവരുടെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാർബൺ 40% ആണ്. 40യെ അറ്റോമിക് മാസ് ആയിട്ടുള്ള 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വി ഗോട്ട് ദ ആൻസർ. ദെൻ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് ഇതാണ്, അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്തത് നൈട്രജൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അതിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് ഇത്. ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുക. ഞാൻ ചെയ്യട്ടെ. സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഉള്ളതിൽ ചെറുത് വെച്ച് എല്ലാവരും ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ ഒഴിവാകത്തക്ക രീതിയിൽ എന്തൊക്കെ മൾട്ടിപ്ലിക്കേഷൻ വേണമോ അതും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടാൻ ഏറ്റവും ചെറിയ ആളതിൽ 3.33 തന്നെയാണല്ലോ. സോ 3.33 ഡിവൈഡഡ് ബൈ 3.33 തന്നെയാണ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 1. അടുത്തത് 13.33യെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആൻഡ് വി ഗെറ്റ് 4. എഗെയിൻ ഇവിടെയും കിട്ടാൻ പോകുന്നത് 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കാർബൺ നോക്കിയോ, കിട്ടിയത് എന്തെന്നാൽ കാർബൺ 1 എണ്ണം, ഹൈഡ്രജൻ 4 എണ്ണം, നൈട്രജൻ 1 എണ്ണം. ദാറ്റ് ഈസ് CH4n. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്ത് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് നോക്കൂ. ഓപ്ഷൻ 1 C2H7n2, ഓപ്ഷൻ 2 CH5n, ഓപ്ഷൻ 3 CH4n, ഓപ്ഷൻ 4 C2H5n. അപ്പോൾ ഓപ്ഷൻ 3 ശരിയാണല്ലോ, CH4n ആണല്ലോ. സോ ദ റൈറ്റ് ആൻസർ ഈസ് തേർഡ് വൺ. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ശരിയായല്ലോ. നിങ്ങൾ ഈ ടേബിളിൻ്റെ മുകളിൽ എഴുതിയതാണ് കാണാൻ പഠിച്ചിരിക്കേണ്ടത്. അതെങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. The empirical formula of a compound is CH2O. Its molecular weight is 180. The molecular formula of compound is. നോക്കൂ, എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. എങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് വരട്ടെ. ഇവിടെ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടിയല്ലോ. ഇത്തരം പ്രോബ്ലത്തിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല ചോദിക്കാതെ മോളിക്കുലാർ ഫോർമുല നേരിട്ട് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടായിരിക്കും. ഇനി മോളിക്കുലാർ മാസും എംപിരിക്കൽ ഫോർമുലയും അറിയുമെങ്കിൽ മോളിക്കുലാർ ഫോർമുല കാണുന്നത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. എന്താണെന്നറിയാമോ? മോളിക്കുലാർ ഫോർമുല കാണാൻ എന്നെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആരാ ഈ എൻ എന്നുള്ളത് മോളിക്കുലാർ മാസ് എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഡിജിറ്റാണ്. മോളിക്കുലാർ മാസ് ഈ ചോദ്യത്തിൽ 180 എന്ന് തന്നിട്ടുണ്ടല്ലോ. എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയിലുള്ള ആറ്റങ്ങളുടെ മാസ് കൂട്ടിയാൽ മതി. കൂട്ടിക്കോളൂ. 12 + 2 + 16, ദാറ്റ് ഈസ് 16 + 14 എത്രയാ? 30.
30 that you will get 6. ഈ 6 ആണ് n. Now what you want to do is multiply 6 by empirical formula. So molecular formula equals 6 into empirical formula. എന്താ കിട്ടുക? 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും ഉള്ള ആളാണ്. മോളിക്കുലർ മാസ് കേൾക്കുമ്പോഴേ സംശയം തോന്നാം, ഗ്ലൂക്കോസ് ആണ് 180. സോ ദ ആൻസർ ഈസ് ഗ്ലൂക്കോസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എംപിരിക്കൽ ഫോമിൽ വെച്ചിട്ട് ഈ രീതിയിലാണ് പ്രോബ്ലംസ് വരിക. ഇവിടെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്നുള്ള സ്ഥാനത്ത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്നും പറഞ്ഞേക്കാം. അപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലുള്ള റിലേറ്റീവ് ആറ്റത്തിൻ്റെ എണ്ണത്തിനെയാണ്. വളരെ എളുപ്പമായി ഒരു പക്ഷേ നേരെ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് തന്നിട്ടായിരിക്കും പ്രോബ്ലം ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് 15th question. The simplest formula of a compound containing 50% of element X and 50% of element Y. Simplest formula of a compound containing 50% X ഉം 50% Y ഉം ഉണ്ട്. നമുക്ക് പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോർമുല കാണാൻ എന്താ ചെയ്യേണ്ടത്? ടേബിൾ ഫില്ലപ്പ് ചെയ്യാം. ആ ടേബിൾ ഞാൻ എഴുതട്ടെ. ഫസ്റ്റ് എലമെൻറ്റുകൾ എഴുതാൻ പോവാണ്. എക്സ്, വൈ. അതിൻ്റെ പെർസെൻറ്റേജ് എഴുതട്ടെ. ഇത് 50, ഇത് 50. ഇനി മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോളം മാസിന് എഴുതാൻ പോവാണ്. ഇത് 10 ആണ്, ഇത് 20 ആണ്. ഓക്കെ, ഇനി പെർസെൻറ്റേജിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50 by 10 that is 5. 50 by 20 that is 2.5. ഇനി നമ്മൾ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ പോവാണ്. സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ എന്താണ് വേണ്ടതെന്നാണ് പറഞ്ഞത്? ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 2. 2.5 ഡിവൈഡഡ് ബൈ 2.5 1 കിട്ടി. എന്താ? എക്സ് 2 എണ്ണവും വൈ 1 എണ്ണവും. ഫോർമുല ഈസ് x2y. ഓപ്ഷനിലേക്ക് നോക്കൂ. ഓപ്ഷൻ 1 xy, ഓപ്ഷൻ 2 x2y കിട്ടിയല്ലോ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻസുലിൻ കണ്ടെയ്ൻസ് 3.4% സൾഫർ. ദ മിനിമം മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ഇൻസുലിൻ വിൽ ബി. നമ്മൾ മിനിമം മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ഇൻസുലിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലുള്ള സൾഫറിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, മിനിമം മോളിക്കുലാർ മാസ് കാണാൻ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ മിനിമം മോളിക്കുലാർ മാസ് എന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയിരുന്നു. എന്താണ്? അറ്റോമിക് മാസിനെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ് അറ്റോമിക് മാസ് ഓഫ് സൾഫർ? 32. എത്രയാണ് ചോദ്യത്തിൽ പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്? 3.4 into 100. So 32 by 3.4 into 100. By solving this you will get 941.18. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. 94.117 ആണ്. ഓപ്ഷൻ 2 1884 ആണ്. ഓപ്ഷൻ 3 941.18. So the right answer is third one. ഓക്കെ, സോ നമ്മൾ ഈ പോർഷനിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോർഷനാണ്, ദാറ്റ് ഈസ് സ്റ്റോയിഷ്യോമെട്രി ആൻഡ് ലിമിറ്റിംഗ് റിയേജൻറ്റിലേക്ക് പോകാം.